നമസ്കാരം. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്ന വിഷയം നദികൾ ആണ്. മനുഷ്യ സംസ്കാരങ്ങളെ നട്ടുനനച്ച് വളർത്തിയത് മഹാനദികളാണ്. ആദിമ നാഗരികതകൾ മാത്രമല്ല, ആധുനിക നഗരങ്ങളും ഉടലെടുത്തത് നദികളുടെ തീരങ്ങളിലാണ്. പാരീസ്, ബെർലിൻ, റോം, ലണ്ടൻ, ന്യൂയോർക്ക്, കെയ്റോ, ടോക്കിയോ തുടങ്ങിയ വലിയ പട്ടണങ്ങൾ, വലിയ നഗരങ്ങൾ നദീതീരങ്ങളിൽ വളർന്നു വന്ന മഹാനഗരങ്ങളുടെ ഒരു നിരയാണ്. ഈജിപ്റ്റ് അത്തരമൊരു നഗരമാണ്. നൈലിൻ്റെ ദാനമെന്നാണ് ഈജിപ്റ്റ് അറിയപ്പെടുന്നത്. ഭൂമിയിലെ ആകെ ജലത്തിൻ്റെ 97% സമുദ്രങ്ങളിലാണ് ഉള്ളത്. ശുദ്ധജലത്തിൻ്റെ ഏറിയ പങ്കും ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുപാളികളിൽ ആണുള്ളത്. ലോകത്തിലുള്ള ആകെയുള്ള ശുദ്ധജലത്തിൽ വെറും 0.3% താഴെയാണ് നദികളിലും തടാകങ്ങളിലും മറ്റും ഉള്ള ജലസ്രോതസ്സുകളിലുള്ളത്. അവയിൽ മനുഷ്യന് ആവശ്യമായ ജലത്തിൻ്റെ ഭൂരിഭാഗവും കിട്ടുന്നത് വിവിധ നദികളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ നദികളെ നമുക്ക് മനുഷ്യ സമൂഹത്തിൻ്റെ ജീവനാഡികൾ എന്ന് വിളിക്കാം. പ്രകൃതിദത്തമായ ഉറവകളിൽ നിന്നുദ്ഭവിച്ച് വലിയ നീർച്ചാലുകളായി മാറുന്ന ശുദ്ധജല സ്രോതസ്സുകളാണ് നദികൾ. ചെറിയ അരുവികളായി, അതായത് ചെറിയ നീരുറവകളായി തുടങ്ങുന്ന നദികൾ പിന്നീട് പോഷക നദികളുമായി കൂടിച്ചേർന്ന് മഹാനദികളായി മാറുന്നു. ലോകത്തിൽ പല വലിയ നദികളുണ്ട്. ഓരോ നദിക്കും ഓരോ മനുഷ്യ സമൂഹത്തിൻ്റെ ചരിത്രം വിളിച്ചു പറയുവാനുണ്ട്. പ്രസിദ്ധങ്ങളായ പല നദികൾ, വലിപ്പം കൊണ്ടും പ്രത്യേകത കൊണ്ടും പേരുകേട്ട പല നദികളുണ്ട്. അത്തരത്തിലൊരു നദിയാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ആ നദി ആമസോൺ നദിയാണ്. നീളത്തിൻ്റെ കാര്യത്തിൽ ലോകത്തിൽ ഇന്നും തർക്കം നടക്കുന്നു. ആമസോൺ നദിയാണോ നൈൽ നദിയാണോ? ആ തർക്കമുണ്ടെങ്കിലും വെള്ളത്തിൻ്റെ അളവിൽ ആമസോണാണ് ലോകത്തിൽ ഏറ്റവും വലിയ നദി. ഭൂമിയിൽ ഏറ്റവും അധികം ജലമൊഴുകുന്ന നദി ആമസോൺ തന്നെയാണ്. ലോകത്തിലെ ആകെ നദീജലത്തിൻ്റെ ഏതാണ്ട് 1/5 ആമസോൺ നദിയിലാണുള്ളത്.